അപ്പോഴേ ഇന്നൊരു മാമ്പഴപ്പുളിശ്ശേരി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ റെസിപ്പി വേണോന്ന് ചോദിച്ചിട്ട്. അപ്പൊ കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി ഇടുമോന്ന് ചോദിച്ചു. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അല്ലേ. വാ. ഒരിത്തിരി മാമ്പഴപ്പുളിശ്ശേരിയും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒന്നും വേണ്ട, മാമ്പഴപ്പുളിശ്ശേരി മാത്രം മതി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇങ്ങനത്തെ ദശയുള്ള മാമ്പഴം കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ മറ്റേ നമ്മൾ ചപ്പി കുടിക്കുന്ന മാങ്ങയില്ലേ, അത് വീടാൻ വേണ്ടി കാത്തിരിക്കും അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി തരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ മാമ്പഴമാണ് മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ദശയൊക്കെ ചെത്തി നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പണം കേട്ടോ. മാമ്പഴം എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും എല്ലാം കട്ട് ചെയ്ത് ദശയുള്ള മാമ്പഴം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണം. ഇനി എന്താണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഞെരടി എടുക്കണം കേട്ടോ. ഞാൻ കൈയൊക്കെ കഴുകി സെറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് തിരുമ്പി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ അണ്ടിയെല്ലാം അതിനകത്ത് തന്നെ ഇടണേ, അത് കളയാൻ പാടില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. എൻ്റെ മഞ്ഞപ്പൊടിക്ക് ഭയങ്കര കളറാണ് കേട്ടോ, അതിന് ഭയങ്കര കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട പച്ചമുളകാണ്. എൻ്റെ ഒരു പച്ചമുളക് ഇല്ല, സോ ഞാൻ നാട്ടിൽ വരുമ്പോൾ കുറച്ച് കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് തീർന്നു പോയതാണ്, ഇവിടെ നമുക്ക് അടുത്ത് കടയൊന്നുമില്ല വാങ്ങാൻ പോകാൻ. സോ ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1-1.5 ഗ്ലാസ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് സിമ്മിലിട്ട് വേണം കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കുറുകി വരും. ഞാനിവിടെ 2 മാങ്ങയ്ക്കാണ് കേട്ടോ 1 ഗ്ലാസ് വെള്ളം വെച്ചെടുത്തിരിക്കുന്നത്. തേങ്ങയാണ് വേണ്ടത്. നമുക്ക് നാട്ടിലാകുമ്പോൾ തേങ്ങ കിട്ടും. ഞാനിവിടെ ഗ്രേറ്റഡ് തേങ്ങയാണ് എടുക്കുന്നത്, കോക്കനട്ട് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു തേങ്ങയുടെ പകുതി ആഡ് ചെയ്ത് അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. തേങ്ങ ഫുള്ള് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല കട്ട കേടാണ് കിട്ടുക, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ജീരകമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എൻ്റെ നല്ല ജീരകമില്ല, സോ ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇതുപോലെ കുറുകി സെറ്റായിട്ടുണ്ടാവും. അതൊന്ന് ആ ഒരു വെള്ളം ഒന്ന് പറ്റി കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ. തൈരും തേങ്ങ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ കാണും, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണം തോന്നി, ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൂസ് വേണ്ട അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഒരുപാട് ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കടുകും വറ്റൽമുളകില്ലേ മറ്റേ ചുമന്ന മുളക്, അതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടിയെല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുളിശ്ശേരി ആയിരിക്കും, നല്ല മണമൊക്കെ ആയിട്ട്. ഇനി നിങ്ങൾക്ക് ഭയങ്കര പുളിയാണ് മാമ്പഴപ്പുളിശ്ശേരി, 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല കറക്റ്റ് ബാലൻസിൽ കിട്ടും കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അപ്പം തന്നെ ചോറുണ്ണാൻ വേണ്ടി കൊതിയാവുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് വേണ്ടി കാത്തിരുന്നു, ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ബൈ.